അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വാൾപ്പാറയിലേക്കാണ് കേട്ടോ. അതായത് ഈ യാത്ര എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പ്ലാൻ ചെയ്ത് ഏതൊക്കെ സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു പ്ലാനും ഒരു സമയമൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇന്ന് നമുക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഒരു 3-3:30 സമയമായപ്പോൾ വാൾപ്പാറയിലേക്ക് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞ് ഞാൻ ഇർഫാനും കൂടെ ബൈക്ക് എടുത്ത് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ബൈക്ക് എടുത്ത് ഒരു യാത്ര പോകുന്നത്. അതിനിടയിലൊക്കെ നമ്മൾ കാറിൽ ഫാമിലിയായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ബൈക്കിൽ ഒരു 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ യാത്രയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ യാത്ര എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കാണുന്നവരെ പോലെ തന്നെ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഈ യാത്ര എങ്ങനെയാവും, എന്തൊക്കെ കാഴ്ചകൾ എനിക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടി ബോറാക്കാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടിനെ കുറിച്ചാണ്. നമ്മൾ പോകുന്നത് മീനാക്ഷിപുരം, പൊള്ളാച്ചി ആ ഒരു വഴി തന്നെയാണ് നമ്മൾ കയറുന്നത്. അതായത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഫാൾസും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവാം. പാലക്കാടുകാർക്ക് ഏറ്റവും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന റൂട്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. തൃശ്ശൂർ ആവുമ്പോൾ നമ്മൾ കൂടുതലും ആതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ റൂട്ട് കയറിയിട്ടായിരിക്കും വാൾപ്പാറയിലേക്ക് പോവുക. പക്ഷെ പാലക്കാട്ടുള്ളവർക്ക് ഏറ്റവും ഈസിയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടും അത്യാവശ്യം നല്ല ഗ്രീനറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ ഒരു റൂട്ട്. സ്ഥലങ്ങളുടെ പേര് മുഴുവൻ ആണ്ടിപ്പട്ടി, മുത്തുപ്പട്ടി അങ്ങനെയുള്ള കുറെ പട്ടികളാണെങ്കിലും റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികളെ മുഴുവൻ കളിയാക്കുന്ന തരത്തിലായിരിക്കും ഇവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു റോഡ് നമുക്ക് കാണാൻ കഴിയുമോ ഇത്രയും ഭംഗിയായിട്ട്? ഈ പറയുന്ന സീനറീസ് ഒക്കെ നമുക്ക് വൃത്തിയായിട്ട് കണ്ടുപോകാനും ആസ്വദിക്കാനും പറ്റുന്നത് അതിലൊരു മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡ് തന്നെയാണ്. രണ്ട് സൈഡും മരങ്ങളും കണ്ട് കാഴ്ചകൾ മുഴുവൻ ആകാശത്ത് നോക്കി പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹമ്പുകൾ ഇട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റോഡും കൂടെ ഒന്ന് നോക്കി പോകണം എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോ പൊള്ളാച്ചിയുടെ ഭാഗത്തേക്ക് എത്തിട്ടോ. പൊള്ളാച്ചി ഭാഗത്ത് എത്തി. ഈ ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് അടിച്ചാണ് പോകേണ്ടത്. പക്ഷെ പെട്രോൾ അടിക്കാനുള്ളത് കൊണ്ട് ഈ ജംഗ്ഷനിൽ റൈറ്റ് അടിച്ച് ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ അടിച്ചിട്ട് പോകാന്നുള്ളൊരു പ്ലാനായി. എൻ്റെ ഭാരത് പെട്രോളിയത്തിന്റെ കാർഡാണുള്ളത്. സോ അതിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്രോളിന് ലാഭവും കാര്യങ്ങളും കിട്ടും. പോരാത്തതിന് ഇപ്പൊ തമിഴ്നാട് ആയതുകൊണ്ട് നമുക്ക് 4 രൂപയോളം പാലക്കാട് പെട്രോൾ പമ്പിൽ നിന്നും വില കുറവാണ് കേട്ടോ. നിങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു പെട്രോൾ കാർഡ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അതിന് ഏറ്റവും ബെസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഭാരത് പെട്രോളിയം തന്നെയാണ്. കാരണം നമ്മൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 രൂപ തിരിച്ച് റിവാർഡ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോ ഒരു പ്രൊമോഷന്റെ ബേസിലൊന്നും അല്ല. ഒരാൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അത്രയും നല്ലൊരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ഭാരത് പെട്രോളിയത്തിന്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് നിങ്ങൾ യാത്രയൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇർഫാന്റെ കുറച്ച് ട്രിക്കി ഷോട്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പൊള്ളാച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ കന്നുകാലി വിൽപ്പന നടക്കുന്ന സ്ഥലങ്ങളും കൂടുതൽ വെജിറ്റബിൾ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് പൊള്ളാച്ചി എന്ന് പറയുന്നത്. പൊള്ളാച്ചിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ പോകാനാണെങ്കിലും പഴനിക്ക് പോകാനാണെങ്കിലും മൂന്നാർ, ഇടുക്കി, പറമ്പിക്കുളം ഏത് ഭാഗത്തേക്കാണെങ്കിലും ഈ പൊള്ളാച്ചി ജംഗ്ഷൻ വഴിയെ നമുക്ക് ടച്ച് ചെയ്തിട്ടേ പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ജംഗ്ഷന് റൈറ്റ് അടിച്ചിട്ടാണ് നമ്മൾ വാൾപ്പാറയിലേക്ക് പോകുന്നത്. നേരെ കാണുന്ന വഴി നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ മൂന്നാർ, ഇടുക്കി ഭാഗത്തേക്കുള്ള റൂട്ടാണ് കേട്ടോ.
പക്ഷെ എന്റെ പൊന്നെ, ഈ റോഡൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ കേരളത്തിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട പലരെയും സ്മരിച്ചു പോകുന്നത് കേട്ടോ. ഈ റൂട്ടിലേക്ക് വരുന്നവർക്ക്, അതിപ്പോ ആരാണെങ്കിലും മലയാളികളാണെങ്കിൽ അവർ ഈ റൂട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ റോഡിന്റെയും ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നുമല്ല. അങ്ങനെ നമ്മളിപ്പോ പൊള്ളാച്ചി ആളിയാർ ഡാമിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. വാൾപ്പാറയുടെ ഏറ്റവും താഴെയുള്ള സ്ഥലമാണ് ഈ ആളിയാർ ഡാം എന്ന് പറയുന്നത്. വാൾപ്പാറയിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ ആളിയാർ ഡാമിന്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അൺഎക്സ്പെക്ടഡ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്പോട്ടിലും ഇറങ്ങുന്നൊന്നുമില്ല. അവിടെ ഞാൻ ചില പാട്ട് ചില സമയത്ത് ഉണ്ടാവും. കട്ട വിജയ് ഫാനാണ് ഇർഫാൻ. എന്നാലും തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് തമിഴൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് തമിഴും പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാൾപ്പാറയിലെ 40 ഹെയർ പിൻസിലെ ആദ്യത്തെ ഹെയർ പിന്ന് തിരിഞ്ഞു കേട്ടോ. ഇവിടുത്തെ 40 ഹെയർ പിൻസ് തന്നെയാണ് ബൈക്കിൽ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നത്. വാൾപ്പാറയിലെ ആദ്യത്തെ വ്യൂ ആണ് നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത് കേട്ടോ. ഈ മാമൻ ഞങ്ങളുടെ ആരുമല്ല കേട്ടോ. ഞങ്ങൾ എടുക്കാൻ ശ്രമിച്ചത് ആ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ്. പോകുന്ന വഴിയിൽ എലിഫന്റ് ക്രോസിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആനയെങ്കിൽ ആന, കടുവയെങ്കിൽ കടുവ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് പോകുന്ന വഴിയിലാണ് ഒരു അണ്ണൻ നട റോഡിൽ നിന്ന് എന്തോ ചെയ്യുന്ന കണ്ടത്. ഞങ്ങൾ ഇനി ആനയോ മറ്റോ എന്തെങ്കിലും കണ്ട് മൂപ്പര് ഫോട്ടോ എടുക്കാണോ നോക്കിയപ്പോ അന്ന് എന്തോ പഴമോ പച്ചക്കറിയൊക്കെ പറിക്കുകയായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ അടുത്തൊരു വാട്ടർഫാൾസിന്റെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. പിന്നെ വാൾപ്പാറയിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അവര് ഇറക്കി ഓടിക്കും കേട്ടോ. കഥ പറയുമ്പോൾ സിനിമയിലെ സലീംകുമാർ ചേട്ടന്റെ ഡയലോഗ് പ്രകാരം പറയാനാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കടന്നപ്പോൾ സ്ഥലത്തിന്റെ മട്ടും ഭാവവും മാറി കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ ഒരു ചായയും കുടിച്ച് ഈ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ ഇരുന്നാലും നമുക്ക് മതി വരില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. പച്ച തേയിലത്തോട്ടവും ചുറ്റും കോടയും തണുത്ത കാറ്റും, എന്തൊരു ഫീൽ അല്ലേ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗ്ലൗവും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് മഴയെ മാത്രം പ്രതീക്ഷിച്ചതുകൊണ്ട് മഴക്കോട്ട് മാത്രം എടുത്തുകൊണ്ടാണ് ഞാനും ഇർഫാനും ഇറങ്ങിയത്. വീഡിയോയിൽ കാണുന്ന അത്രയും കൂടെ വിസിബിലിറ്റി വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് കണ്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ഇത്രയെങ്കിലും വിസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയത്. അതായത് നമ്മുടെ മുന്നിൽ എന്താ ഉള്ളത് എന്നുള്ളത് അവിടെ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അറിഞ്ഞത്. ഇത്രയും മഞ്ഞ് തന്നെയായിരുന്നു.
പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ജംഗ്ഷനിലാണ് സാധാരണ ചായയൊക്കെ കുടിക്കാറ് വാൾപ്പാറ വരുമ്പോൾ. ഇവിടെ എത്തിയപ്പോൾ ഈ ജംഗ്ഷൻ ടേണിങ് തിരിഞ്ഞതിന് ശേഷമാണ് ആ സ്ഥലം തന്നെ നമുക്ക് മനസ്സിലായത്. ഇനി വാൾപ്പാറയെ കുറിച്ച് 2 വാക്ക്. തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കാണ് വാൾപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് ഈ വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ക്ലൈമറ്റും ഈ ഒരു അവസ്ഥയിലുള്ളത്. ആനമലൈ മലനിരകളിലാണ് ഈ വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കോയമ്പത്തൂരിൽ നിന്നും 100 കിലോമീറ്ററും പൊള്ളാച്ചിയിൽ നിന്നും 65 കിലോമീറ്ററുമാണ് വാൾപ്പാറയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന ബൈക്കിന്റെ ഹെഡ്ലൈറ്റിന്റെ ആ വെളിച്ചമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മഞ്ഞ് എത്രത്തോളം അവിടെ ഉണ്ട് എന്നുള്ളത്. സാധാരണയായിട്ട് ഇവിടെ രാത്രി പോലും ഇത്രയും ഭംഗിയായിട്ട് ഹെഡ്ലൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. അധികം തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹെൽമെറ്റിന്റെ വൈസറൊക്കെ ഓപ്പൺ ചെയ്ത് പാട്ടും പാടിയൊക്കെയാണ് പോയത്. എല്ലാ ഗായകന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. A.R. റഹ്മാനും ഹാരിസ് ജയരാജും ഇളയരാജയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പാട്ട് ഞങ്ങൾ പാടിയതാണെങ്കിലും അവര് പാടിയ പോലെ അല്ലല്ലോ ഞങ്ങളുടെ ഒരു സ്വരത്തിൽ കേൾക്കുമ്പോൾ അത്ര രസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത്. കണ്ണുപോലും കാണാത്ത ഈ മഞ്ഞില് ഓരോരുത്തരുടെ പരിപാടി കണ്ടില്ലേ? നട റോട്ടിലാണ് വണ്ടി നിർത്തിയിട്ട് പഴങ്ങളൊക്കെ വാങ്ങുന്നത്. എന്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മുന്നിൽ പോകുന്നത് ഒരു സ്കോഡ ഒക്ടാവിയാണ് എന്നാണ്. ഇനി അതല്ലെങ്കിൽ ഏതാണ് വണ്ടി എന്നുള്ളത് കാണുന്നവർ കമന്റ് ചെയ്യും കേട്ടോ. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു ക്ലൈമറ്റിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലും ആ ഒരു ചുവന്ന സ്കോഡയ്ക്ക് കിട്ടിയ ആ ഒരു ഭംഗിയും വീവും നോക്കിയേ എന്ത് രസാലേ. വീഡിയോയിൽ പറയാത്ത വേറൊരു കാര്യമാണ്, ഞങ്ങൾ യാത്ര തിരിച്ചത് 3:30-ക്കാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെ വാൾപ്പാറയിലെ 6 മണിക്ക് ശേഷം നമുക്ക് എൻട്രി ഉണ്ട്. അപ്പൊ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് മുമ്പ് എത്ര എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. വാൾപ്പാറയിലേക്ക് വരിക എന്നുണ്ടെങ്കിൽ 6 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കയറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ അവര് കടത്തിവിടുന്നതായിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ആ സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ മോർണിംഗ് തന്നെ വാൾപ്പാറയിലേക്ക് കയറുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അല്ലാതെ ഇത്രയും വൈകി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾ വന്ന് ടൗണിൽ ഒരു സ്റ്റേ ഒക്കെ അടിച്ച് അടുത്ത ദിവസം എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ബെസ്റ്റ് ഐഡിയ തന്നെയാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് സിംഹവാലൻ കുരങ്ങും കരിങ്കുരങ്ങുകളും ഒക്കെ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒന്നാമത് മഴയും ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഒരു കളറും വെച്ച് നമുക്ക് മുന്നിൽ വന്നാൽ പോലും കാണാൻ പറ്റാത്തൊരു സെറ്റപ്പ് ആയിരിക്കും. രാത്രി കാലങ്ങളിൽ ബൈക്ക് യാത്ര ഒട്ടും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഒരുപാട് അപകട സാധ്യതകൾ ഉള്ളത് ബൈക്ക് യാത്രയിൽ തന്നെയാണ്. എന്നാൽ ഇതുപോലെ ഒരുപാട് കാഴ്ചകളും എക്സ്പീരിയൻസും നമുക്ക് ബൈക്ക് ഡ്രൈവിങ്ങിലൂടെ കിട്ടും എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാൻ ബൈക്ക് യാത്രയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. നമ്മളെ ശ്രദ്ധിച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും പോകാം. പക്ഷെ നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് ഓക്കെ, അറിയാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ബൈക്ക് യാത്ര രാത്രി ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതിപ്പോ ഞാനല്ല, അത്യാവശ്യം റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയും ഒരു അഭിപ്രായം ഇത് തന്നെയായിരിക്കും. നിങ്ങളും ഇതുപോലെ പോകുന്നവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
5:15 ഞങ്ങൾ വാൾപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് എൻട്രി കയറിയത്. അവിടെ നിന്നും വാൾപ്പാറ ടൗണിലേക്ക് എത്താനായപ്പോൾ ഞങ്ങൾ ഏകദേശം 6:30 ആയി കേട്ടോ. വളരെ സ്ലോ ആയിട്ടും വളരെ ശ്രദ്ധിച്ചുമാണ് ഞങ്ങൾ ഈ റൈഡ് ചെയ്തത്. അങ്ങനെ ഒരു അടിപൊളി ബൈക്ക് റൈഡിന് ശേഷം നമ്മൾ വാൾപ്പാറ ടൗണിലേക്ക് എൻട്രി ആയിരിക്കുകയാണ്. നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് തമിഴ്നാട്ടിലെ മിക്ക ടൂറിസ്റ്റ് പ്ലേസിലും നമുക്ക് കാണാൻ കഴിയുക. അതിപ്പോ പോകുന്ന സ്ഥലങ്ങളാണെങ്കിലും ടൗണുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആകാശം ഞാൻ കളർ എഫക്ട്സ് കയറ്റുമൊന്നുമല്ല കേട്ടോ. നേരിട്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക തരം ഒരു കളർ തന്നെയായിരുന്നു ആ ആകാശത്തിന്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വാൾപ്പാറ യാത്ര എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങളെ എന്റർടൈൻ ചെയ്യിച്ച് നല്ല നല്ല കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു റൂം എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു വ്ളോഗ് ചെയ്യുക എന്നുള്ളതാണ്. വാൾപ്പാറയിലെ നൈറ്റ് വ്ളോഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോയുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കുക. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.